എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒരു വകുപ്പുകളും അറിയാതെയാണ് സർക്കാർ നീക്കം നടത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ല. ആരോടും ആലോചിക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ കമ്പനിക്കാണ് മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത്. പിന്നിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നായനാർ സർക്കാരിന്റെ കാലത്ത് ബ്രൂവറിക്ക് അനുമതി നൽകിയത് നടപടികൾ പാലിച്ചാണ്. പരസ്യം നൽകി അപേക്ഷ ക്ഷണിച്ചിരുന്നു. ചുരുക്കപ്പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPI ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. JDSും എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഘടകകക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാതെയാണ് മുന്നോട്ടു പോകുന്നത്. നിയമസഭയിൽ തന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. തിരിച്ച് ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 2019 ശേഷം ബ്രൂവറി ആരംഭിക്കരുതെന്ന് സർക്കാർ ഉത്തരവുണ്ട്. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആദ്യം അപേക്ഷ നിരസിച്ച കമ്പനിക്ക് നയം മാറ്റി വീണ്ടും എങ്ങനെ അനുമതി നൽകിയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഭൂഗർഭജലക്ഷാമം നേരിടുന്ന സ്ഥലമാണ് എലപ്പുള്ളി. മഴവെള്ള സംഭരണി മാതൃകയിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. 2000-ൽ ആരംഭിച്ച പദ്ധതി 2025-ലാണ് പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുന്നത്. മഴക്കുഴിക്ക് മാത്രമായി 15 ഏക്കർ സ്ഥലം വേണം. പെയ്യുന്ന മഴ മുഴുവൻ സംഭരിക്കുക അവിടെ അസാധ്യമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ കമ്പനിക്ക് ആകെ 26 ഏക്കർ മാത്രമാണുള്ളത്. ഫാക്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തണം. ഭൂഗർഭജലം ഉപയോഗിക്കാനാണ് കമ്പനിക്ക് ആദ്യം അനുമതി നൽകിയത്. ഇത് വിവാദമായപ്പോഴാണ് മഴവെള്ളം എന്നാക്കിയത്. MP രാജേഷ് പറയുന്നത് പോലെ മഴയും പാലക്കാട് ലഭിക്കില്ല. മലമ്പുഴ ഡാമിലെ വെള്ളം കാർഷിക ആവശ്യത്തിനുള്ളതാണ്. ഹൈക്കോടതി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പദ്ധതിക്ക് ജനങ്ങൾ എതിരാണ്. ഉത്തരവ് പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് മദ്യമല്ലെന്നും നെല്ലാണെന്നും ആകെ മൊത്തം ദുരൂഹതയാണെന്നും ഒരു കാരണവശാലും പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.